2026 ഫെബ്രുവരി 8 വേങ്ങരയിലെ സബാഹ് സ്ക്വയർ ഒരു മനോഹര നിമിഷത്തിന് സാക്ഷിയാവുകയാണ്. ജാമിയ അൽ ഹിന്ദിൽ നിന്ന് ഹിഫ്ള് പൂർത്തീകരിച്ച കുട്ടികളുടെ സന്നദ്ധാനമാണ് ആദ്യം നടന്നത്. അവരുടെ രക്ഷിതാക്കളും വന്ന് അതിങ്ങനെ വാങ്ങുന്നു. അതിനുശേഷം സമൂഹത്തിന് ജാമിയ അൽ ഹിന്ദ് പുതുതായി സമർപ്പിക്കുന്ന ഹിക്കമിമാരുടെ സന്നദ്ധാനത്തിൻ്റെ നിമിഷമാണ്. ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആ സ്ഥാപനത്തോട് ആത്മബന്ധമുള്ള ആരുടെയും കണ്ണുകൾ നിറയുന്ന ആ മനോഹര നിമിഷത്തിൽ കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വളരെ വൈകാരികമായൊരു വാക്കുണ്ട്, എന്താ മൗലവി, എത്ര കൊടുത്താൽ എന്താ, എത്ര പിരിക്കേണ്ടി വന്നാൽ എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പോരെ എന്നാണ്. ശരിക്ക് ജാമിയ അൽ ഹിന്ദ് പുറത്തുവിട്ട ഒരു കാവലിരിക്കാം നമുക്ക് ഈ വൈജ്ഞാനിക വിളക്കുമാടത്തിന് എന്ന ഒരു ചെറിയൊരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററിലൂടെ കണ്ണോടിച്ചപ്പോൾ ആർക്കും ബോധ്യപ്പെടും വിധം തീർച്ചയായും ഈ ചെലവുകളെ പൂർണ്ണമായി ന്യായീകരിക്കുന്നതാണ് ആ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ഓരോ പ്രൊഡക്റ്റുകളും. ജാമ്യയിലെ ഒരു ദിവസത്തെ മൊത്തം ചെലവ് 1,40,000 ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രം 15,000 രൂപ വേണം. ഒരു വിദ്യാർത്ഥിയുടെ മൊത്തം പഠന ചെലവ് മാസം തോറും 6,000 രൂപയാണ് കണക്കാക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ താമസ ഭക്ഷണ ചെലവ് ഒരു മാസത്തേത് 3,000 കണക്കാക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ഒരു വർഷത്തെ ചെലവാണെങ്കിൽ 70,000 രൂപയാണ് കണക്കാക്കുന്നത്. ഇതിങ്ങനെ വേർതിരിച്ചു കൊടുക്കുന്നത് ഓരോരുത്തർക്കും അങ്ങനെ നിയ്യത്താക്കി കൊടുക്കാൻ വേണ്ടിയാണ്. നിയ്യത്തിന് അത്രയും വലിയൊരു പ്രാധാന്യമുണ്ട്. മഞ്ഞു പെയ്യുന്ന ആ മനോഹര ഇടത്തിൽ ഇങ്ങനെ ജാമിയ വിളങ്ങി നിൽക്കുകയാണ്. ഒരുപാട് മനുഷ്യർക്ക് വെളിച്ചം പകർന്നുകൊണ്ടും പ്രബോധന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ പരിവർത്തന മേഖലയിൽ കഴിഞ്ഞ തലമുറകൾ കൈമാറിയ വെളിച്ചം ഏറ്റെടുത്തുകൊണ്ടും ഇരുട്ട് നിറഞ്ഞ വഴികളിൽ വെളിച്ചം പകരുന്ന പ്രകാശബിംബമായി അത് ഇനിയും ഒരുപാട് കാലം നിലനിൽക്കണം. ഈ നല്ല ദിവസങ്ങളിൽ ജാമിയക്ക് ഒരു ഓഹരി നമ്മൾ നൽകുക. അത് സ്വതക്ക ജാരിയ ആയി നമുക്കുണ്ടാകും, അമൽ ജാരിയായി നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഓരോരുത്തരും അതിൽ കൃത്യമായ ഒരു നിയ്യത്തോടു കൂടെ വേണ്ടതു ചെയ്യണം എന്നീ ഘട്ടത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.